ഹലോ ഓൾ, എജുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ജി കെയിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിറ്റീസ് ഓൺ ദ റിവർ ബാങ്ക്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളും അവ സ്ഥിതി ചെയ്യുന്ന നദിക്കരകളും, ഏത് നദിയുടെ കരയിലാണ് ഈ സിറ്റികൾ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രത്യേകതയുള്ള ചോദ്യമാണ് ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത് 3 നദിയുടെ സംഗമ സ്ഥലത്താണ്. അതായത് കോൺഫ്ലുവൻസ് ഓഫ് 3 റിവേഴ്സ്, ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും, ഈ 3 നദിയുടെയും സംഗമ സ്ഥാനത്താണ് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഗംഗാ നദിയുടെയും യമുന നദിയുടെയും പിന്നെ സരസ്വതി നദിയുടെയും 3 നദിയുടെയും ജോയിനിങ്ങിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അലഹബാദ് പ്രയാഗ്രാജ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ ജോയിനിങ് ഓഫ് ഗംഗ, യമുന ആൻഡ് സരസ്വതി. നെക്സ്റ്റ്, ആഗ്ര ഉത്തർപ്രദേശിലാണ്, ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ഓപ്ഷൻ എ ഗംഗ, ബി യമുന, ഡി ബ്രഹ്മപുത്ര ആൻഡ് സി സബർമതി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി യമുന. യമുന നദിയുടെ കരയിലാണ് ആഗ്ര സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര സിറ്റി ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് യമുന. യമുന നദിക്കരയിലാണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്കരയിലാണ്. നെക്സ്റ്റ്, അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഗംഗ, ബി യമുന, ഡി സരയു, സി സരയു, ഡി സരസ്വതി. എന്തിൻ്റെ ബാങ്കിലാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്? അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയു നദിയുടെ കരയിലാണ്. അയോധ്യ ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് സരയു നദിയുടെ കരയിലാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ ലൊക്കേറ്റഡ്, അതും യു പി തന്നെ, ഉത്തർപ്രദേശ് തന്നെയാണ്. അയോധ്യ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് സരയു. നെക്സ്റ്റ്, അഹമ്മദാബാദ് എവിടെയാണ്? അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ഓപ്ഷൻ എ യമുന, ബി സരസ്വതി, സി കാവേരി, ഡി സബർമതി. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ നമ്പർ ഡി സബർമതി ഇസ് ദ റൈറ്റ് ആൻസർ. സബർമതി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ് സിറ്റി ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് സബർമതി. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ കരയിലാണ്. നെക്സ്റ്റ്, ബദരിനാഥ് ഉത്തരാഖണ്ഡിലാണ്. ബദരിനാഥ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ഓപ്ഷൻ എ ഗംഗ, ബി പെരിയാർ, ഡി യമുന ആൻഡ് സി യമുന, ഡി സത്ലജ്. The answer will be option A, Ganga. Option number A, Ganga is the right answer. Badrinath is located on the river bank of Ganga. Badrinath located on the river bank of Ganga. Marannu varudhu Ganga. Next question. Delhi, our capital, union territory, located on the river bank of option A, Ganga, B, Yamuna, C, Ravi and D, Tapti. The answer will be option number B, Yamuna. Delhi located on the river bank of Yamuna. യമുന നദിയുടെ കരയിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. യമുന നദിക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, കട്ടക്ക് ഒഡീഷയിലെ കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കാവേരി, ബി ഗംഗ, സി ബ്രഹ്മപുത്ര, ഡി മഹാനദി. എന്തായിരിക്കും ആൻസർ? ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ഡി മഹാനദി. മഹാനദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്ക് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് മഹാനദിയുടെ റിവർ ബാങ്ക്സിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. മഹാനദി നദിക്കരയിലെ ആണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ദിബ്രുഗഡ് ആസാമിലാണ്. ദിബ്രുഗഡ് ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ എ മഹാനദി, ബി നർമ്മദ, സി ബ്രഹ്മപുത്ര, ഡി കൃഷ്ണ. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ സി ബ്രഹ്മപുത്ര. ഓപ്ഷൻ നമ്പർ സി ബ്രഹ്മപുത്ര. അപ്പോൾ ദിബ്രുഗഡ് ആസാം ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ബ്രഹ്മപുത്ര നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ദിബ്രുഗഡ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹരിദ്വാർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ഓപ്ഷൻ എ ഗോദാവരി, ബി ഗംഗ, സി ഗോമതി ആൻഡ് ഡി ജലം. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ബി ഗംഗ. ഹരിദ്വാർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഏത് റിവർ ബാങ്കിലാണ്? ഗംഗാ നദിയുടെ കരയിലാണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. ഇതേ നദിയാണ്? ഗംഗാ നദിയാണ്. മറന്നു പോകരുത്. നെക്സ്റ്റ്,
ഹൈദരാബാദ്. ഹൈദരാബാദ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. ഹൈദരാബാദ് ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ഡി, മൂസി. ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ഡി, മൂസി. മൂസി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സിറ്റി ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് മൂസി. മൂസി, വെരി ഇമ്പോർട്ടൻറ്റ്, മൂസി. നെക്സ്റ്റ് ജബൽപൂർ. ജബൽപൂർ മധ്യപ്രദേശിലെ സ്റ്റേറ്റാണ്. മധ്യപ്രദേശിലെ ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു ജബൽപൂർ. സ്റ്റേറ്റ് അല്ല, പ്ലേസ്. ഐ എം സോറി. അപ്പോൾ ജബൽപൂർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ്. അത് ഏത് നദിയുടെ കരയിലാണ്? എ മഹാനദി, ബി ഗോദാവരി, സി നർമ്മദ ആൻഡ് ഡി താപ്തി. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ സി, നർമ്മദ. നർമ്മദ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത്. ജബൽപൂർ, മറന്നു പോകരുത്, ജബൽപൂർ. ജബൽപൂർ ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് നർമ്മദ. നർമ്മദ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ലക്നൗ. ലക്നൗ. ലക്നൗ സിറ്റി ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് അല്ലേ? ക്യാപിറ്റൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ലക്നൗ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? ഓപ്ഷൻ എ ഗോമതി, ബി യമുന, സി ഗംഗ ആൻഡ് ഡി താപ്തി. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ എ, ഗോമതി. ഗോമതി റിവറിൻ്റെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ സ്ഥിതി ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പെട്ടെന്ന് യമുന അല്ലെങ്കിൽ ഗംഗ ലോക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഗോമതി. ഗോമതി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ സിറ്റി ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗോമതി. നെക്സ്റ്റ് കാൺപൂർ. കാൺപൂർ ഓപ്ഷൻ എ ഗംഗ, ബി താപ്തി, സി നർമ്മദ ആൻഡ് ഡി സത്ലജ്. എന്തായിരിക്കും ആൻസർ? കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഗംഗ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാൺപൂർ സ്ഥിതി ചെയ്യുന്നത്. കാൺപൂർ. കാൺപൂർ ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക് ഓഫ് ഗംഗ. ഗംഗ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാൺപൂർ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കാൺപൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൺപൂർ സിറ്റി ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. ഗംഗ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാൺപൂർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് കൊൽക്കത്ത. കൊൽക്കത്ത. കൊൽക്കത്ത ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത ഓപ്ഷൻ എ ബ്രഹ്മപുത്ര, ബി കാവേരി, സി പെരിയാർ ആൻഡ് ഡി ഹൂഗ്ലി. ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ ഡി, ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ കരയിലാണ് കൊൽക്കത്ത സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ലുധിയാന. ലുധിയാന പഞ്ചാബിലാണ്. പഞ്ചാബ്. ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലുധിയാന. ഓപ്ഷൻ എ രവി, ബി ബിയാസ്, സി സത്ലജ് ആൻഡ് ഡി ബ്രഹ്മപുത്ര. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ സി, സത്ലജ്. ഓപ്ഷൻ നമ്പർ സി, സത്ലജ്. സത്ലജ് നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലുധിയാന സ്ഥിതി ചെയ്യുന്നത്. ലുധിയാന ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് സത്ലജ്. സത്ലജ് നദിയുടെ കരയിലാണ് ലുധിയാന സ്ഥിതി ചെയ്യുന്നത്. ലുധിയാന പഞ്ചാബ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നാസിക്, മഹാരാഷ്ട്ര. ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാസിക്. ഓപ്ഷൻ എ ഗംഗ, ബി ഗോദാവരി, സി സരസ്വതി ആൻഡ് ഡി കാവേരി. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ബി, ഗോദാവരി. ഓപ്ഷൻ നമ്പർ ബി, ഗോദാവരി. ഗോദാവരി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നാസിക് സ്ഥിതി ചെയ്യുന്നത്. നാസിക് മഹാരാഷ്ട്രയിലാണ്. ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഓപ്ഷൻ എ ഗംഗ, ബി ഗോദാവരി, സി സരസ്വതി ആൻഡ് ഡി കാവേരി. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി, ഗോദാവരി. ഗോദാവരി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നാസിക് സ്ഥിതി ചെയ്യുന്നത്. നാസിക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വിജയവാഡ. വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? ഓപ്ഷൻ നമ്പർ എ താപ്തി, ബി കാവേരി, സി കൃഷ്ണ ആൻഡ് ഡി മൂസി. ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്പർ സി, കൃഷ്ണ ഈസ് ദ റൈറ്റ് ആൻസർ. കൃഷ്ണ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് കൃഷ്ണ. കൃഷ്ണ. കൃഷ്ണ വെരി ഇമ്പോർട്ടൻറ്റ്. വിജയവാഡ ഈസ് ലൊക്കേറ്റഡ് ഓൺ റിവർ ബാങ്ക്സ് ഓഫ് കൃഷ്ണ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പാട്ന. Patna is located on the river banks of option A Ganga, B Indus, C Yamuna and D Kaveri. എന്താണ് ആൻസർ? പാട്ന ബീഹാറിൻ്റെ ക്യാപിറ്റലാണ്. ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. ഗംഗ നദിയുടെ കരയിലാണ് പാട്ന സ്ഥിതി ചെയ്യുന്നത്. പെട്ടെന്ന് ആരും ഉത്തരം പറയില്ല. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് പാട്ന സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. ഗംഗ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാട്ന സ്ഥിതി ചെയ്യുന്നത്. പാട്ന ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. നെക്സ്റ്റ് സൂറത്ത്. സൂറത്ത് ഗുജറാത്തിലെ ഒരു സിറ്റിയാണ്. വളരെ ഫേമസ് ആയ സിറ്റിയാണ് സൂറത്ത്.
സൂറത്ത് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. സൂറത്ത് ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൂറത്ത്. ഓപ്ഷൻ നമ്പർ എ സത്ലജ്, ബി താപ്തി, സി നർമ്മദ ആൻഡ് ഡി സബർമതി. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ബി താപ്തി. താപ്തി നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. സൂറത്ത് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് താപ്തി. നെക്സ്റ്റ് ശ്രീനഗർ. ശ്രീനഗർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. ഓപ്ഷൻ നമ്പർ എ ജലം, ബി രവി, സി ബ്രഹ്മപുത്ര ആൻഡ് ഡി സത്ലജ്. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ എ ജലം. ജലം നദിക്ക് കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ജലം. ജലം വെരി ഇമ്പോർട്ടൻറ്റ്, ജലം. നെക്സ്റ്റ് വാരണാസി. വാരണാസി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. ഓപ്ഷൻ നമ്പർ എ യമുന, ബി ഗംഗ, സി ഗോദാവരി, ഡി ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. വാരണാസി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. ഏത് നദിയുടെ കരയിലാണ്? ഗംഗാ നദിയുടെ കരയിലാണ്. ഗംഗാ നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വാരണാസി സ്ഥിതി ചെയ്യുന്നത്. വാരണാസി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ഗംഗ. ഗംഗ വെരി ഇമ്പോർട്ടൻറ്റ്, ഗംഗ. അടുത്ത് കോട്ട സിറ്റി, രാജസ്ഥാനിലാണല്ലേ? രാജസ്ഥാൻ. കോട്ട സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ്. ഏത് നദിയുടെ കരയിലാണ് കോട്ട സിറ്റി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ നമ്പർ എ ഗോമതി, ബി ചാമ്പൽ, സി രവി ആൻഡ് ഡി ബിയാസ്. ആൻസർ വിൽ ബി ചാമ്പൽ നദിക്ക് കീഴിൽ. ചമ്പൽ നദിക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ട ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ബാങ്ക്സ് ഓഫ് ചമ്പൽ. ചമ്പൽ നദിക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കോട്ട സിറ്റി, രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജുമേഡ് അക്കാഡമി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല GK ടോപ്പിക്കുകളും, റീസണിങ് ടോപ്പിക്കുകൾ, മാത്സ് പോലുള്ള എല്ലാ ടോപ്പിക്കിലെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജുമേഡ് അക്കാഡമി. താങ്ക് യു.